പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 14 14ാമത്തെ ചാപ്റ്ററാണ്. കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഇൻ മിഡീവൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിലെ സാംസ്കാരിക വികസനത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. അതിൽ 152ാമത്തെ പേജ് എടുക്കുന്നുണ്ടോ? ഗൈഡിൽ 152ാമത്തെ പേജാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡിസ്കസ് സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് സൂഫി ടീച്ചിങ്. സൂഫി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ വിവരിക്കുക. ഇവിടെ ആദ്യം എന്താണ് സൂഫികൾ? സൂഫികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദു മതത്തിലെ സന്യാസിമാർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ മുസ്ലിം മതത്തിൽ ഉള്ള സന്യാസി വിഭാഗത്തെയാണ് സൂഫികൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ വിഭാഗത്തിലും ഇത്തരത്തിലുള്ള സന്യാസി വിഭാഗങ്ങളുണ്ട്. ഇതിലെ മുസ്ലിം മതത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലെ ഈ സന്യാസിമാരെയാണ് സൂഫികൾ എന്ന് പറയുന്നത്. ഇത് ഏകദേശം 10ാം നൂറ്റാണ്ടിലാണ് ഇങ്ങനെ ഇസ്ലാമിക വിശ്വാസങ്ങൾക്കും ആശയങ്ങൾക്കും എതിരായിക്കൊണ്ട് നിലവിലുണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ചില ആളുകൾ ഇത്തരം സന്യാസത്തിലേക്ക് വരികയും അവർ സൂഫികൾ എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ചിട്ടാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. നോക്കൂ, അതിൻ്റെ ആൻസർ നോക്കൂ. ക്രിസ്താബ്ദം 10ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക വിശ്വാസങ്ങളിലും ആശയങ്ങളിലും സുപ്രധാന മാറ്റങ്ങൾ സംഭവിക്കുകയുണ്ടായി. ഇപ്പോൾ 10ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന കാലത്തിനേക്കാൾ വലിയ മാറ്റങ്ങൾ 10ാം നൂറ്റാണ്ടിൽ വരാൻ തുടങ്ങി. ആശയങ്ങളുടെ തലത്തിൽ ഖുറാനിലും ഹദീസിലും അധിഷ്ഠിതമായ യാഥാസ്ഥിക വിഭാഗവും മിസ്റ്റിക് സ്വഭാവമുള്ള സൂഫിസവും ഉയർന്നു വന്നു. രണ്ട് വിഭാഗങ്ങൾ, അതായത് പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന ഖുറാന്, ഹദീസ്. ഖുറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇസ്ലാം മത വിശ്വാസ ഗ്രന്ഥമാണ് ഖുറാൻ എന്ന് പറയുന്നത്. അവർ അതിനെ അധിഷ്ഠിതമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുപോലെ ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് നബി പറഞ്ഞ കാര്യങ്ങളെയാണ് ഹദീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഖുറാനും ഹദീസും അധിഷ്ഠിതമാക്കിയിട്ട് പാരമ്പര്യമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതുപോലെ മിസ്റ്റിക് സ്വഭാവമുള്ള സൂഫിസം. മിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൂഢ സ്വഭാവമുള്ളത്, വളരെ കാര്യങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നതിൻ്റെ അതിൻ്റെ പിൻവശം എന്താണെന്ന് നമുക്ക് വളരെ കൃത്യമായി നിർവചിക്കാൻ, കൃത്യമായി പറയാൻ സാധിക്കില്ല. അത്തരം പ്രവർത്തികളായിരിക്കും അവരെന്ത് ചെയ്യുക. അങ്ങനെ മിസ്റ്റിക് സ്വഭാവമുള്ള ഒരു വിഭാഗവും ഉയർന്നു വന്നു. ഇനി സൂഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം കമ്പിളി വസ്ത്രം ധരിക്കുന്നവൻ എന്നാണ്. സൂഫി എന്ന വാക്കിൻ്റെ അർത്ഥം കമ്പിളി വസ്ത്രം ധരിക്കുന്നവൻ എന്നാണ്. അതായത് സന്യാസത്തോട് ആഭിമുഖ്യമുള്ള അവർ പരുക്കനും വളരെ സുഖകരമല്ലാത്ത കമ്പിളി വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് ഈ ഭൗതിക ലോകം, അതായത് ഈ ലോകം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്തോടൊന്നും അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവുകയില്ല. ഭൗതിക സുഖങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ചില യാചകന്മാരെ കണ്ടിട്ടുണ്ടല്ലോ, അത്തരത്തിൽ ഒരു കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒരു കമ്പിളി വസ്ത്രമോ കമ്പിളിയൊക്കെ പുതച്ച് നടക്കുന്ന രീതിയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ വളരെ സുഖകരമല്ലാത്ത പരുക്കനായിട്ടുള്ള കമ്പിളി വസ്ത്രങ്ങളാണ് പൊതുവെ ഇവർ ധരിച്ചിരുന്നത്. ക്രമേണ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തമായ ഒരു സംഘമായി അവർ മാറി. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ചില ആളുകൾ ഉയർന്നു വരികയും പിന്നീട് ഇങ്ങനെയുള്ള ആളുകൾ ഒരു സംഘമായിട്ട് മാറി. അങ്ങനെയാണ് സൂഫി പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം ഉയർന്നു വന്നത്. ഖുറാൻ്റെയും സുന്നത്തിൻ്റെയും പാഠങ്ങൾക്ക് അവർ അവരുടേതായ വ്യാഖ്യാനങ്ങൾ നൽകി. അതായത് ഈ 10ാം നൂറ്റാണ്ട് വരെ ഇസ്ലാം മതത്തിൽ ഖുറാന്, ഹദീസ് അല്ലെങ്കിൽ സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചക ചര്യ, മുഹമ്മദ് നബി ചെയ്ത കാര്യങ്ങളെയാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ആ ഖുറാനിനും ഹദീസിനും സുന്നത്തിനുമൊക്കെ 10ാം നൂറ്റാണ്ട് വരെ ഇസ്ലാം പണ്ഡിതന്മാർ പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങളുണ്ട്.
അതിനെ അധിഷ്ഠിതമാക്കിയിട്ടാണ് ഇവർ പ്രവർത്തിച്ചു പോന്നിരുന്നത്. പക്ഷേ ഈ സൂഫികൾ വന്നപ്പോൾ അവർ അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഖുർആനെയും സുന്നത്തിനെയും വ്യാഖ്യാനിച്ചു. അവർ പല കാര്യങ്ങളെയും എതിർത്തു. അതായത് ഇസ്ലാം മതത്തിലെ അനാചാരങ്ങൾക്കും ധാർമ്മിക അധപ്പതനത്തിനുമെതിരെ അവർ എതിർക്കുകയും അതിനുവേണ്ടി ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനവുമായിരുന്നു സൂഫിസം. ഇസ്ലാം മതത്തിലെ അനാചാരങ്ങൾ, അതായത് ഖുർആനിലും സുന്നത്തിലും ഹദീസിലും പറയാത്ത അനാചാരങ്ങൾ ഈ ലോകത്ത് നടന്നിരുന്നു. അതിനെ ഈ സൂഫികൾ എതിർത്തു. അതുപോലെ തന്നെ ധാർമ്മികപരമായി അധപ്പതിച്ചു പോകുക, സമൂഹം മറ്റുള്ള മോശപ്പെട്ട പ്രവർത്തികളിൽ മുഴുകിയതിനെയും ഈ സൂഫികൾ എതിർത്തിരുന്നു. ഇതിനു വേണ്ടി ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സൂഫിസം. നോക്കൂ, ഇസ്ലാം മതത്തിലെ അനാചാരങ്ങൾക്കും ധാർമ്മിക അധപ്പതനത്തിനുമെതിരെ ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് സൂഫിസം. ഇവർ സമ്പത്തിൻ്റെ വൃത്തികെട്ട വിളയാട്ടത്തെ സൂഫികൾ എതിർത്തു. അതായത് നമ്മൾ സമ്പത്തുള്ള ആളുകൾ അതിനെ ആഡംബരമായി ജീവിക്കുകയും അതിനെ ദൂർത്തടിക്കുകയും ചെയ്തിരുന്നു. ഇനി പാവപ്പെട്ട ആളുകളാണെങ്കിലും അവരുടേതായ സമ്പത്തിനനുസരിച്ചുള്ള പ്രവർത്തികൾ നടത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഭൗതിക ലോകത്ത്, നമ്മളിപ്പോൾ ഇന്ന് ജീവിക്കുന്ന ലോകത്തുള്ള പ്രവർത്തികളെയാണ് സൂഫികളായിട്ടുള്ള ആളുകൾ എതിർത്തിരുന്നത്. സൂഫികൾ അജ്ഞേയവാദികളായിരുന്നു. അജ്ഞേയവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അവരുടെ ഓരോ വാക്കുകൾക്കും ധാരാളം അർത്ഥങ്ങളുണ്ടായിരിക്കും. അത് മനസ്സിലാക്കാൻ കഴിയുന്നവർക്കേ മനസ്സിലാകുള്ളൂ. അല്ലാത്ത ആളുകൾക്കൊന്നും അത്ര പെട്ടെന്നത് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കില്ല. അതിനെയാണ് അജ്ഞേയവാദികൾ എന്ന് പറയുന്നത്. അതിൽ ആദ്യ കാലഘട്ടങ്ങളിലെ പ്രധാനികളാണ് ഹസനുൽ ബസരി, അതുപോലെ വനിതാ മിസ്റ്റിക്കായിരുന്ന റാബിയത്തുൽ അദബിയ, രണ്ടുപേരിട്ട ഹസനുൽ ബസരി, റാബിയത്തുൽ അദബിയ. ഇവരൊക്കെ ആദ്യകാല സൂഫികളിൽ പെട്ട ആളുകളാണ്. ഇവർ യഥാർത്ഥത്തിലുള്ള സൂഫികളായിരുന്നു, ഈ രണ്ടു പേരും. അവർ പ്രധാനമായിട്ടും അവർ ചെയ്തിരുന്നത് പ്രാർത്ഥനക്കും ഉപവാസത്തിനും ദൈവപ്രേമത്തിനുമാണ് അവർ പ്രാധാന്യം നൽകിയിരുന്നത്. പ്രാർത്ഥന, എപ്പോഴും ദൈവത്തോട് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. അതുപോലെ ഉപവാസം ഇരിക്കുക, കൂടുതൽ ഭക്ഷണം കഴിക്കാണ്ട് ആവശ്യത്തിന് മാത്രം ഭക്ഷണം കരുതി ദൈവപ്രേമം, എപ്പോഴും ദൈവത്തിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള പ്രവർത്തികളിലേക്കൊന്നും ഇവർ ഏർപ്പെടുകയില്ല. അത്തരത്തിലുള്ള ആളുകളായിരുന്നു ആര്? ഹസനുൽ ബസരി, അതുപോലെ റാബിയത്തുൽ അദബിയ. പിന്നീട് ഇതിന് ശേഷം വന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനമായിട്ട് രൂപം നൽകിയത്. പിന്നീട് പതിയെ ഈ സൂഫി പ്രസ്ഥാനത്തിലെ ആശയങ്ങൾക്കും അതുപോലെ അവരുടെ വാദങ്ങളൊക്കെ എന്ത് ചെയ്തു, വ്യതിചലിക്കുവാനും എതിരാകുവാനും തുടങ്ങിയിരുന്നു. അപ്പം അതിൽ താഴെ ധ്യാനത്തിലൂടെ ദൈവവുമായി മിസ്റ്റിക് ബന്ധം സ്ഥാപിക്കുക എന്ന ആശയത്തിൽ സുന്നു മിസ്രി എന്ന് പറയുന്ന ഈജിപ്തിലുള്ള ആളായിരുന്നു സുന്നു മിസ്രി രൂപം നൽകിയത്. ദൈവവുമായി മിസ്റ്റിക് ബന്ധം, ഒരു നിഗൂഢമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നുള്ള ആശയമാണ് സുന്നു മിസ്രി മുന്നോട്ട് വച്ചിരുന്നത്. അദ്ദേഹം ആശയപ്രചാരണത്തിന് വേണ്ടിയിട്ട്, ഈ ഒരു ആശയപ്രചാരണത്തിന് വേണ്ടിയിട്ട് അറേബ്യയിലും സിറിയയിലും വ്യാപകമായി അദ്ദേഹം സഞ്ചരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ സൂഫി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ച വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കാണാൻ സുന്നു മിസ്രി ഉൾപ്പെടെയുള്ള സൂഫികൾ. ഇനി ഇവിടെ ഭക്തൻ്റെ ദൈവവുമായുള്ള ആത്മീയ ലയനം എന്ന സൂഫികളുടെ സങ്കല്പം യാഥാസ്ഥിക ഉലമമാരെ എതിർപ്പിന് ഇടയാക്കി. അതായത് ഭക്തൻ്റെ ദൈവവുമായുള്ള ആത്മീയ ലയനം. ഭക്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെ വഴിപ്പെടുന്ന അല്ലെങ്കിൽ പൂജിക്കുന്ന, ദൈവം പറഞ്ഞത് അതേപടി ചെയ്യുന്ന ആളുകളെയാണ് ഭക്തന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുസ്ലിം ഭക്തന്മാരാണ് ഇവിടെ സൂഫികളായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ആളുകൾ ദൈവവുമായുള്ള ആത്മീയ ലയനം, ആത്മീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മനസ്സും എന്ത് ചെയ്യുക, പരിപൂർണമായിട്ട് ദൈവത്തിലേക്ക് അർപ്പിക്കുക.
ദൈവം പറഞ്ഞത് മാത്രമേ കേൾക്കുകയുള്ളൂ എന്നുള്ള രീതി എത്തുക. അതിനെയാണ് ആത്മീയ ലയനം എന്ന് പറയുന്നത്. ഈ ഒരു അധികമായിട്ടുള്ള ലയനത്തിന് യാഥാസ്ഥിക ഉലമമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഈ ഭൗതിക ലോകത്തുണ്ടായിരുന്ന ഉലമാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിങ്ങളിലെ മതം പറയുന്ന ആളുകളുണ്ടല്ലോ, അവരെയാണ് മുസ്ലിം പണ്ഡിതന്മാർ എന്ന് പറയുന്നത്. അവർ ആരെ എതിർത്തിരുന്നു? ഈ സൂഫികളെ എതിർത്തിരുന്നു. കാരണം പലപ്പോഴും ശേഷം പറയുന്നുണ്ട്, മൻസൂർ ഹല്ലാജ് എന്ന് പറയുന്ന ഒരു സൂഫി, അദ്ദേഹം താൻ സത്യമാണ്, താൻ ദൈവമാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. നമ്മൾ ആൾദൈവം എന്നൊക്കെ പറയില്ലേ, സ്വയം ദൈവമായിട്ടൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പം ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്ന ഉലമമാരും സൂഫികളും തമ്മിൽ എതിർപ്പിന് ഇടയാക്കുകയും മൻസൂർ ഹല്ലാജ് എന്ന് പറയുന്ന സൂഫിയെ അവർ വധിച്ചു കളയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അനിസ്ലാമികപരമായ സിദ്ധാന്തങ്ങളാണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അനിസ്ലാമിക സിദ്ധാന്തങ്ങളെ സൂഫികൾ എതിർക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ രണ്ട് വിഭാഗവും ഇസ്ലാമികമാണ്, പക്ഷേ രണ്ട് റൂട്ടാണ് എന്ന് പറയല്ലേ, അത് രണ്ട് ചിന്തയിലൂടെയാണ് ഈ രണ്ട് വിഭാഗവും പോയിരുന്നത്. ഇനി സൂഫികൾ മുന്നോട്ട് വച്ചിരുന്ന കാര്യം പ്രേമം, ഭക്തി, ധ്യാനം എന്നിവയെ അടിസ്ഥാനമാക്കി ആരംഭിച്ച പ്രസ്ഥാനമാണ് സൂഫി പ്രസ്ഥാനം. പ്രധാനമായിട്ടും പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെ പ്രേമിക്കുക, അതുപോലെ ഭക്തി, ദൈവഭക്തി ഉണ്ടായിരിക്കുക, പിന്നെ ധ്യാനം, എപ്പോഴും മനസ്സിൽ ദൈവത്തിനെ കൊണ്ടുവരിക. ഈ ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് സൂഫി പ്രസ്ഥാനം. ഇങ്ങനെ പ്രേമത്തിൽ മാത്രം ഊന്നൽ നൽകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറുകയാണ് ചെയ്തത്. അതായത് ഭക്തിയും ധ്യാനമൊക്കെ എന്ത് ചെയ്തു? ക്രമേണ ഇല്ലാതാവുകയും ദൈവപ്രേമം മാത്രമായിട്ട് ചുരുങ്ങുകയും ചെയ്തു ഈ ഒരു പ്രസ്ഥാനത്തിന്. ഇതോടുകൂടിയിട്ട് തന്നെ മതവിശ്വാസവും മതാചാരങ്ങളും ഇവരിൽ അപ്രസക്തമാവുകയും ചെയ്തു. അപ്പോൾ ദൈവപ്രേമികളാണെന്ന് പറഞ്ഞ് നടക്കുക എന്നല്ലാണ്ട് ഇവരുടെ മതവിശ്വാസമോ മതത്തിലുള്ള ആചാരം, നിസ്കാരം, നോമ്പ് അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവയൊന്നും ഇല്ലാതെയാവുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ മുസ്ലിം മതത്തിലെ സന്യാസിമാരാണ് നമ്മൾ സൂഫികൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് 153 പേജിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നെയിം ദ സൂഫി ഓർഡർ ഫൗണ്ടർ ബൈ ഖ്വാജ ബഹാവുദ്ദീൻ നക്ഷബന്ദി. വാട്ട് വേർ ദ ഇമ്പോർട്ടൻറ്റ് ടീച്ചിങ് ഓഫ് ദെയർ സിൽസില. ബഹാവുദ്ദീൻ സ്ഥാപിച്ച സൂഫി ഓർഡറിൻ്റെ പേരെന്തായിരുന്നു? അവരുടെ സിൽസിലകളുടെ പ്രധാന പ്രബോധനങ്ങൾ എന്തെല്ലാമായിരുന്നു? ഇവിടെ നക്ഷബന്ദി സിൽസില എന്നാണ് ബഹാവുദ്ദീൻ സ്ഥാപിച്ച സിൽസില അറിയപ്പെടുന്നത്. അതായത് സിൽസില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സൂഫികൾ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഈ സൂഫികളുടെ ഒരു ഓർഡർ, നമ്മൾ അവരുടെ ടീച്ചർ, നമ്മൾ നേതാവ് എന്ന് പറയാമല്ലോ, ഒരു നേതാവ് ഉണ്ടായിരിക്കും ഈ സൂഫി പ്രസ്ഥാനത്തിന്. അതിൻ്റെ താഴെ വരുന്ന നമ്മൾ സബ് ലീഡർ, താഴെ വരുന്ന ആൾ, അതിൻ്റെ താഴെ വരുന്ന ആൾ, അതിൻ്റെ താഴെ വരുന്ന ആളുകൾ, ഇങ്ങനെ ഓരോ ആളുകളുടെയും കീഴിൽ നിശ്ചിത എണ്ണം ആളുകളും ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ചെയിനായിട്ടാണ് ഈ സൂഫി പ്രസ്ഥാനം ഉണ്ടാവുക. അതിനെയാണ് എന്ത് പറയുന്നത്? സിൽസില എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിൽസിലക്ക് എന്തുണ്ടായിരിക്കും? സിൽസിലക്ക് ഈ ചെയിനിന് ഓരോ, അല്ലെങ്കിൽ ആ വിഭാഗത്തിന് ഓരോ പേരും ഉണ്ടായിരിക്കും. ഇപ്പോൾ ബഹാവുദ്ദീൻ എന്ന് പറയുന്ന സൂഫി, അദ്ദേഹം സ്ഥാപിച്ച സിൽസിലയുടെ പേരാണെന്ത്? നക്ഷബന്ദി എന്ന് പറയുന്നത്. നക്ഷബന്ദി സിൽസില എന്നായിരുന്നു ബഹാവുദ്ദീൻ സ്ഥാപിച്ച സിൽസില അറിയപ്പെട്ടിരുന്നത്. അവരുടെ ഇതിങ്ങനെ ഓരോ ആളുകളും സ്ഥാപിക്കുന്ന ഓരോ സിൽസിലകളുണ്ടായിരിക്കും. അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ആശയങ്ങളും വാദങ്ങളും ഉണ്ടായിരിക്കും. അടിസ്ഥാനപരമായി നോക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും ആരായിരിക്കും? മുസ്ലിങ്ങളായിരിക്കും. ബേസിക്കലി ഇവർ മുസ്ലിങ്ങളാണ്.
പക്ഷേ ഇവരുടെ ആശയങ്ങൾക്കനുസരിച്ച് ഇവരെന്ത് ചെയ്യുന്നു, ഓരോ വിഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ബഹാവുദ്ദീൻ നേതൃത്വം കൊടുക്കുന്ന നക്ഷബന്ദി വിഭാഗം. അവർ ആരംഭഘട്ടം മുതൽ തന്നെ ശരിയ നിയമങ്ങളുടെ പാലനത്തിന് പ്രാധാന്യം കൊടുത്തു. ശരിയ നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക നിയമങ്ങളെയാണ് ശരിയ നിയമം എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ അനുസരിച്ച് പോരുന്ന നിയമങ്ങളുണ്ടല്ലോ, അവരുടെ നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കൽ, അതുപോലെ അവർ മക്കയിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ, അത്തരം കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, ഇസ്ലാമിക നിയമത്തിൽ വരുന്നത്. അതിനെയാണ് ശരിയ നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരിയ നിയമങ്ങളുടെ പാലനത്തിന് ഇവർ പ്രാധാന്യം കൊടുത്തിരുന്നു. എല്ലാ തരത്തിലുള്ള പുതിയ മാറ്റങ്ങളെ അവർ എതിർക്കുകയും ചെയ്തിരുന്നു. ഇസ്ലാമിലേക്ക് ഓരോ കാര്യങ്ങളിലും അനാചാരങ്ങളെ കൊണ്ടുവന്നു. അതിനെ ഈ വിഭാഗം ആളുകൾ എതിർത്തിരുന്നു. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ അനുയായികളും പ്രവർത്തിച്ചിരുന്നത് ഡൽഹിയെ കേന്ദ്രീകരിച്ചിട്ടാണ് നക്ഷബന്ദി സിൽസില പ്രവർത്തിച്ചിരുന്നത്. എവിടെയായിരുന്നു? ഡൽഹിയിലായിരുന്നു കേട്ടോ നക്ഷബന്ദി. ഇസ്ലാമിസത്തിന് ചേരാത്തത് എന്ന് വിശ്വസിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നും ഇസ്ലാമിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ലക്ഷ്യം എന്തായിരുന്നു? ഇസ്ലാമിന് എതിരായി വരുന്ന കാര്യങ്ങളെ ഇല്ലാതെയാക്കിയിട്ട് പരിപൂർണമായും ഇസ്ലാമിന് ചേരുന്ന കാര്യങ്ങൾ മാത്രമായി കൊണ്ടുവരിക, ഇസ്ലാമിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. അവർ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മതപരമായ സംഗീതങ്ങൾ കേൾക്കുന്നതിനെയും അതായത് ഇസ്ലാമിക വിശ്വാസത്തിൽ സംഗീതം പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ വരെ ഇവരെതിർത്തിരുന്നു. അതുപോലെ ഇസ്ലാം ആചാര്യന്മാരുടെ ഖബറിടങ്ങളിലേക്ക് തീർത്ഥാടനങ്ങൾ നടത്തുക. ഇസ്ലാം ആചാര്യന്മാരുണ്ടാകുമല്ലോ, അതായത് ഇസ്ലാമിലെ കഴിഞ്ഞകാല വലിയ പണ്ഡിതന്മാർ, അവരൊക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ അടക്കം ചെയ്യുമല്ലോ ഖബറിടങ്ങൾ, അവിടേക്ക് എന്ത് ചെയ്യും, തീർത്ഥാടന യാത്ര പോകാറുണ്ട്. ആ തീർത്ഥാടന യാത്രകളെയും ഈ നക്ഷബന്ദി വിഭാഗം എതിർത്തിരുന്നു. അപ്പോൾ മതപരമായ സംഗീതങ്ങൾ കേൾക്കുന്നതിനെയും ഇസ്ലാം ആചാര്യന്മാരുടെ ഖബറിടങ്ങളിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നതെയും ഇവർ എതിർത്തിരുന്നു. മാത്രമല്ല ഹിന്ദുക്കളും ഷിയാക്കളുമായി ബന്ധപ്പെടുന്നതിനെയും ഇവർ എതിർത്തിരുന്നു. ഹിന്ദുക്കളായ ആളുകൾ അന്യമതസ്ഥരാണല്ലോ, അവരെ എതിർത്തിരുന്നു. അതുപോലെ ഷിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റൊരു വിഭാഗമാണ്. അടിസ്ഥാനപരമായിട്ട് ഇവരെന്തെന്നെയാണ്, മുസ്ലിങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവർ മുഹമ്മദ് നബി എന്ന് പറയുന്ന ആ വിഭാഗത്തിനെ അല്ല, അല്ലെങ്കിൽ ആ ആചാര്യ ഉണ്ടല്ലോ മുഹമ്മദ് നബി, അദ്ദേഹത്തിനെ അല്ല ഫോളോ ചെയ്തിരുന്നത്, മറ്റ് വ്യക്തികളെയാണ് ഇവർ ഫോളോ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിനോടും ഇവർ എതിർപ്പ് കാണിച്ചിരുന്നു. ഇനി അക്ബറുടെ കാലത്ത് മുസ്ലിം അല്ലാത്തവർക്ക് നൽകിയ പദവികളെ ഇവർ കുറ്റപ്പെടുത്തി. അക്ബർ രാജാവ് ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ മുസ്ലിങ്ങളല്ലാത്ത ധാരാളം അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ ഉദ്യോഗസ്ഥന്മാരായിട്ടൊക്കെ വന്നിട്ടുണ്ട്, ധാരാളം സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് സ്ഥാനങ്ങൾ നൽകിയതിനെ നക്ഷബന്ദി വിഭാഗങ്ങൾ എതിർത്തിരുന്നു. അതുപോലെ ജസിയ നിരോധിച്ചത്, ജസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് വന്നതാണ് കേട്ടോ. ജസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യമതസ്ഥർ രാജാവിന് നൽകുന്ന നികുതിയാണ്, മുസ്ലിങ്ങൾ അല്ലാത്തവർ നൽകുന്ന നികുതിയാണ് ജിസിയ. ഈ ജിസിയ നിരോധിച്ചതിനെയും അവർ എതിർത്തിരുന്നു. അതുപോലെ ഗോവധം നിരോധിച്ചതിനെയും ഇവർക്ക് എതിർപ്പുണ്ടായിരുന്നു. നമ്മൾ പശുക്കളെ, മൃഗങ്ങളെ അറുക്കുവാൻ പാടില്ല എന്ന് നിരോധിച്ചിരുന്നു. പ്രധാനമായിട്ടും പശുക്കളെ അറുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും നിയമങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ കാലഘട്ടങ്ങളിലും ഇതിനുള്ള എതിർപ്പ് ഈ നക്ഷബന്ദി വിഭാഗം കാണിച്ചിരുന്നു. ആദ്യം മുസ്ലിം വിശ്വാസങ്ങൾ പുനഃസ്ഥാപിക്കുവാനാണ് ഇവർ ശ്രമിച്ചിരുന്നത്. ഇവർ യാഥാസ്ഥിക ഇസ്ലാമിൻ്റെയും മിസ്റ്റിസത്തിൻ്റെയും തത്വങ്ങളെ കൂട്ടിയോജിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചത്. നമ്മൾ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് വിഭാഗം,
യാഥാസ്ഥിക ഇസ്ലാമിക വിഭാഗം, അതായത് പാരമ്പര്യമായിട്ട് ഇസ്ലാം ആചാരങ്ങൾ അനുസരിച്ച് പോകുന്ന ആളുകളും, അതുപോലെ മിസ്റ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായി രൂപം കൊണ്ട സൂഫി വിഭാഗം ആളുകൾ. ഇങ്ങനെ 2 വിഭാഗമാണ് ഇസ്ലാമിൽ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ബഹാവുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള നക്ഷബന്ദി വിഭാഗം ഈ പാരമ്പര്യ യാഥാസ്ഥിക മുസ്ലിം വിഭാഗത്തിനെയും സൂഫികളായിട്ടുള്ള മിസ്റ്റിസ്റ്റ് പ്രസ്ഥാനത്തിനെയും ഒന്നിച്ച് ആ 2 തത്വങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുവാനാണ് ഇവർ ശ്രമിച്ചിരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് കുറച്ചൊരു പ്രയാസമുള്ള ഭാഗമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുള്ളത്. വോയിസ് കാണാണ്ട് പഠിക്കലല്ല, നമ്മൾ വിഷയങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഓരോ കാര്യങ്ങൾ പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 159 പേജിൽ കേട്ടോ. 8ാമത്തെ ക്വസ്റ്റ്യനാണ്. ഗിവ് ആൻ അക്കൗണ്ട് ഓൺ ചിസ്തി സുഹ്റവർദി സിൽസില. നമ്മൾ നേരത്തെ നക്ഷബന്ദി സിൽസില എന്ന് പറഞ്ഞു. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട 2 സിൽസിലകളാണ് ചിഷ്ടി, സുഹ്റവർദി, 2 സിൽസിലകൾ. അവയെക്കുറിച്ചുള്ള വിവരണം നൽകുകയാണ്. ഇവിടെ ഇസ്ലാമിക മിസ്റ്റിസത്തിൻ്റെ വളർച്ചയിലെ അവസാനത്തെയും ഏറ്റവും പ്രധാനവുമായ ഘട്ടമായിരുന്നു 12ാം നൂറ്റാണ്ടിലെ സിൽസിലകളുടെ ആരംഭം. ഈ കാലഘട്ടങ്ങളിൽ 12 സിൽസിലകൾ ഉണ്ടായിട്ടുണ്ട്. 12 സിൽസിലകൾ ഉണ്ടായിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഓരോ സിൽസിലകൾ ഉണ്ടായിരുന്നു. ഓരോ വിഭാഗങ്ങൾ എന്ന് മനസ്സിലാക്കുക. ചിഷ്ടി, സുഹ്റവർദി, നക്ഷബന്ദി എന്നൊക്കെ പറഞ്ഞല്ലോ. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറച്ചെണ്ണം ഉണ്ടായിരുന്നു. ഈ 12 സിൽസിലകളിൽ പ്രധാനപ്പെട്ട 2 സിൽസിലകളാണ്. 1 ചിഷ്ടി, 2 സുഹ്റവർദി. ഇവിടെ സുൽത്താനേറ്റ് കാലത്തെ 2 പ്രധാന സിൽസിലകൾ ചിഷ്ടി സിൽസിലയും സുഹ്റവർദി സിൽസിലയുമായിരുന്നു. അവർ രാജ്യത്ത് ദീനാശ്രമങ്ങളും ആരാധനാലയങ്ങളും സ്ഥാപിച്ചു. ദീനാശ്രമങ്ങൾ, അതായത് ഇവരുടെ മതം പ്രചരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഓരോ ചെറിയ സ്ഥാപനങ്ങളുണ്ടല്ലോ. ഇപ്പം ഇന്നത്തെ ബിൽഡിംഗ് ഒക്കെ കെട്ടിയിട്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമല്ലോ. അതുപോലെ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി അവർ താമസിച്ച് ക്യാമ്പ് ചെയ്ത് പഠിക്കുവാനുള്ള സൗകര്യം, അതിനെയാണ് ആശ്രമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം ദീനാശ്രമങ്ങളും പിന്നെ ആരാധനാലയങ്ങൾ, മുസ്ലിം പള്ളികൾ, മതസ്ഥാപനങ്ങളൊക്കെ അവർ സ്ഥാപിച്ചു. ചിസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് ചിഷ്ടി എന്ന് പറയുന്നത്. അവിടെ ജനിച്ച ഒരു പണ്ഡിതനാണ് ഈ ചിഷ്തി എന്ന് പറയുന്ന സിൽസിലക്ക് നേതൃത്വം കൊടുത്തത്, അല്ലെങ്കിൽ ഇതിനെ രൂപീകരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടിൻ്റെ പേരിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ചിഷ്തി എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഡൽഹി കേന്ദ്രീകരിച്ചിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇനി സിന്ധിലും പഞ്ചാബിലുമാണ് സുഹ്റവർദി സിൽസിലകൾ ഉണ്ടായിരുന്നത്. എവിടെയായിരുന്നു? സിന്ധിലും പഞ്ചാബിലുമാണ് സുഹ്റവർദി സിൽസിലകൾ ഉണ്ടായിരുന്നത്. ചിഷ്ടികൾ ബീഹാർ, ബംഗാൾ, ആസാം, ഡക്കാൻ, അജ്മീർ എന്നിവിടങ്ങളിലും സ്ഥാപിക്കപ്പെട്ടു. രണ്ടും പരസ്പരം ബന്ധിതമാണ്, ഓർത്തു വെക്കണ്ട. സുഹ്റവർദി എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത്? പ്രധാനമായിട്ടും സിന്ധ്, പഞ്ചാബിലാണ് ഉണ്ടായിരുന്നത്. അതേസമയം ചിഷ്ടി ഉണ്ടായിരുന്നത് ബീഹാർ, ബംഗാൾ, ആസാം, ഡക്കാൻ, അജ്മീർ ഈ പ്രദേശങ്ങളിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. ചിഷ്ടി സന്യാസിമാരിൽ അവസാനത്തെ ആൾ ഷെയ്ഖ് നാസറുദ്ദീൻ ഷിരാഗായിരുന്നു. ഷെയ്ഖ് നാസറുദ്ദീൻ ഷിരാഗ്. അദ്ദേഹം വളരെ ലാളിത്യത്തിനും ദൈവഭക്തിക്കും ഊന്നൽ നൽകിയിരുന്നു. ഇപ്പോൾ ഒരു ചിഷ്ടിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ വളരെ ലളിതമായ ജീവിതമായിരിക്കണം, അതുപോലെ ദൈവഭക്തി എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി അവർ ചെളി കൊണ്ട് പൊതിഞ്ഞ വീടുകളിലാണ് താമസിച്ചിരുന്നത്. അതായത് ആഡംബര ജീവിതം ഈ സൂഫികൾക്ക് ഉണ്ടാവുകയില്ല.
ചെളി കൊണ്ട് പൊതിഞ്ഞ വീടുകളിലാണ് അവർ താമസിച്ചിരുന്നത്. തുന്നിക്കൂട്ടിയ വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരുന്നത്. അങ്ങനെ ഉണ്ടാവില്ല, കീറിപ്പറഞ്ഞതിനെ വീണ്ടും തുന്നിക്കൂട്ടിയിട്ടാണ് ഇവർ അങ്ങനത്തെ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. ഇന്ത്യയിൽ സുഹ്റവർദി സിൽസിലയിലെ സംഘാടനം നടത്തിയത് ആരായിരുന്നു? ഷെയ്ഖ് ബഹാവുദ്ദീൻ സക്കറിയ ആയിരുന്നു. സുഹ്റവർദി സിൽസിലയുടെ നേതാവ് ആരായിരുന്നു? ഷെയ്ഖ് ബഹാവുദ്ദീൻ സക്കറിയ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഏറ്റവും പ്രമുഖരായ മിസ്റ്റിക് ആചാര്യന്മാരിൽ ഒരാളായിരുന്നു ഷെയ്ഖ് ബഹാവുദ്ദീൻ. ഇനി ഇവർ ചിസ്റ്റുകളിൽ നിന്നും വിഭിന്നമായിട്ടാണ് ഈ ഷെയ്ഖ് ബഹാവുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സിൽസിലായിട്ടുള്ള സുഹ്റവർദി സിൽസിലയിൽ ഉണ്ടായിരുന്നത്. അതായത് സാധാരണവും സന്തുലിതവുമായ ഒരു ജീവിതം അദ്ദേഹം നയിച്ചിരുന്നു. സാധാരണവും സന്തുലിതവുമായ ഒരു ജീവിതം. ഇപ്പോൾ സാധാരണ ആളുകൾ ജീവിക്കുന്നത് പോലെ തന്നെ വളരെ പാവപ്പെട്ടവരായിട്ട് ദരിദ്രരായിട്ട് ജീവിക്കേണ്ട ആവശ്യം ഇല്ല. സാധാരണ ഒരു ജീവിതം, അതുപോലെ സന്തുലിതമായ ജീവിതം. അതായത് വലിയ പണക്കാരന് അങ്ങനെ ആകേണ്ട, അതുപോലെ തന്നെ പറ്റേ ദരിദ്രവാനുമായി പോകേണ്ട ആവശ്യമില്ല. ഒരു മിതമായ രീതിയിൽ, ഒരു മാന്യമായ രീതിയിൽ ജീവിക്കുവാനുള്ള ഒരു തന്ത്രം അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് ഇവർ ഉപദേശിച്ചിരുന്നത്. ആത്മനിയന്ത്രണമോ ഉപവാസമോ ഒന്നും ബഹാവുദ്ദീൻ ശുപാർശ ചെയ്തിരുന്നില്ല. ആത്മാവിനെ നിയന്ത്രിക്കുക, ഒരു പരിപൂർണമായിട്ടുള്ള ഒരു നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഉപവാസം, എപ്പോഴും ദൈവത്തിനെ ഇങ്ങനെ കൊണ്ട് നടക്കുക എന്നല്ല, നമ്മുടെ ജീവിതകാര്യങ്ങൾ നോക്കുക, അതിനോടൊപ്പം ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നാണ് സുഹ്റവർദി സിൽസില മുന്നോട്ട് വച്ചിരുന്നത്. ധനം സമ്പാദിക്കുന്നതിനും നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. ആവശ്യമായിട്ടുള്ള ധനം എന്ത് ചെയ്യാം? സമ്പാദിക്കാം, അങ്ങനെ ജീവിക്കാം എന്നുള്ള ഉപദേശം തന്നെയാണ്, ശുപാർശ തന്നെയാണ് സുഹ്റവർദി വിഭാഗം മുന്നോട്ട് വച്ചിരുന്നത്. ഇനി പഞ്ചാബിലും സിന്ധിലും അദ്ദേഹത്തിന് ധാരാളം പിൻഗാമികൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷവും ഈ സുഹ്റവർദി സിൽസിലയുടെ പ്രവർത്തനങ്ങൾ പഞ്ചാബിലും സിന്ധിലുമായിട്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സൂഫികളെക്കുറിച്ചും അതിലെ ചിസ്തി, സുഹ്റവർദി, നക്ഷബന്ദി സിൽസിലകളെക്കുറിച്ചുമാണ് പറഞ്ഞത്. ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. എക്സാമിനൊക്കെ 3-ൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം. താഴെ കാണുന്ന നമ്പറിലോ വാട്സപ്പിലൊക്കെ എന്ത് ചെയ്യാം? ചോദിക്കാം. താഴെ കമൻറ്റ് ചെയ്യേ, അല്ലെങ്കിൽ സംശയമായിട്ട് എന്ത് ചെയ്യാം? ചോദിക്കാം. ഞാൻ എന്ത് ചെയ്യാം? പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ഇനി 158-ാമത്തെ പേജിൽ 7-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഓഫ് ദ ടീച്ചിങ് ഓഫ് ഗുരു നാനാക്ക്. ഗുരു നാനാക്കിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുക. ഇവിടെ ഗുരു നാനാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഖ് മതസ്ഥാപകനാണ് ഗുരു നാനാക്ക്. സിഖ് മതസ്ഥാപകനായിട്ടുള്ള ഗുരു നാനാക്ക് കബീറിൻ്റെ ആത്മീയ പിൻഗാമിയാണ്. കബീർ എന്ന് പറയുന്ന മതാചാര്യൻ്റെ പിൻഗാമിയാണ് ഗുരു നാനാക്ക്. റാവി നദീതീരത്തുള്ള തൽവന്തിയിലെ ഒരു ഖത്രി കുടുംബത്തിലാണ് ഗുരു നാനാക്ക് ജനിച്ചത്. 1469 ഗുരു നാനാക്ക് ജനിച്ചത്. ആഗോള സഹിഷ്ണുത എന്നതായിരുന്നു അദ്ദേഹം ഉയർത്തിക്കാട്ടിയ മുദ്രാവാക്യം. മുദ്രാവാക്യം എന്താണ്? ആഗോള സഹിഷ്ണുത. എന്താ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുവാനുള്ള മനസ്സ്, അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുവാനുള്ള മനസ്സ്. ഇപ്പോൾ വ്യത്യസ്ത മതവിഭാഗങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, ജൈന, ബുദ്ധ. അപ്പോൾ ഓരോ മതങ്ങളും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കണ്ടു നിൽക്കുവാനും ഉൾക്കൊള്ളുവാനും, അല്ലെങ്കിൽ അതിനെ എതിർക്കാതിരിക്കുവാനുള്ള ഒരു മനസ്സ്, സഹിക്കുവാനുള്ള മനസ്സ്, അതിനെയാണെന്ത് പറയുന്നത്? സഹിഷ്ണുത എന്ന് പറയുന്നത്.
അപ്പോൾ ആഗോള സഹിഷ്ണുത എന്നതായിരുന്നു ഗുരു നാനാക്ക് മുന്നോട്ട് വച്ചിരുന്ന മുദ്രാവാക്യം. ഇദ്ദേഹം ഒരു മിസ്റ്റിക് ചായ്വുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ്. അതായത് ഒരു ദൈവത്തോടൊക്കെ ഒരു നിഗൂഢമായിട്ടുള്ള പ്രത്യേക സ്നേഹം എന്നൊക്കെ പറയില്ലേ, നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു പ്രേമം ആർക്കുണ്ടായിരുന്നു? ഗുരു നാനാക്കിന് ഉണ്ടായിരുന്നു. ഒരു മിസ്റ്റിക് ചായ്വുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ്. സന്യാസിമാരുടെ സാമീപ്യം അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ സന്യാസിമാരായ ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിൽക്കുന്നതിന് അദ്ദേഹം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്ത്യ മുഴുവനും സഞ്ചരിച്ച അദ്ദേഹം ഗുരു നാനാക്ക് ശ്രീലങ്ക, മക്ക, മദീന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൽ ആകൃഷ്ടരാവുകയും അദ്ദേഹത്തിൻ്റെ മതത്തിൽ അദ്ദേഹത്തിനോടൊപ്പം കൂടുകയും ചെയ്തിട്ടുണ്ട്. ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന നാനാക്ക് സ്വഭാവശുദ്ധിയാണ് ദൈവത്തെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം വേണ്ടത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണിത്. ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചിരുന്ന അദ്ദേഹം സ്വഭാവശുദ്ധിയാണ് ദൈവത്തെ സമീപിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ നമ്മൾ ദൈവസാമീപ്യം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ സ്വഭാവം എന്ത് ചെയ്യണം? നന്നാവണം എന്നാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്ന ഒന്നാമത്തെ കാര്യം. പിന്നെ മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ജാതി മത ഭേദമില്ലാതെ ഇതിലൂടെ മോക്ഷം നേടാമെന്ന് അദ്ദേഹം വാദിച്ചിരുന്നു. പിന്നെ ബിംബാരാധന, തീർത്ഥാടനം, അതുപോലെ തുടങ്ങിയ ആചാരങ്ങളെയെല്ലാം അദ്ദേഹം എതിർത്തിരുന്നു. ഏകദൈവ വിശ്വാസമാണല്ലോ, അതുകൊണ്ട് ബിംബങ്ങളെ ആരാധിക്കുവാൻ പാടില്ല. പിന്നെ ഓരോ മത കേന്ദ്രങ്ങളിലേക്ക് തീർത്ഥാടനം ചെയ്യുക, അതിനെയൊക്കെ അദ്ദേഹം ഗുരു നാനാക്ക് എതിർത്തിരുന്നു. മാത്രമല്ല, അദ്ദേഹം കഠിന സന്യാസത്തിനും അമിതമായ സുഖലോലുപതക്കും ഇടയിലുള്ള മാർഗമാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അതായത് ധാരാളം സമ്പത്തുണ്ടാക്കിയിട്ട് നമ്മളൊരു സുഖസൗകര്യത്തോടു കൂടെ ജീവിക്കുമെന്ന് പറയില്ലേ, അങ്ങനെ ഒരു സുഖലോലുപത ഉണ്ടാകാൻ പാടില്ല. അമിതമായ സുഖത്തിലുണ്ടാകാൻ പാടില്ല. അതുപോലെ സന്യാസം, കഠിനമായ സന്യാസം, ഭക്ഷണം, അതുപോലെ ഭൂമിയെ ഭൗതികമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇല്ലാതെ, വിവാഹം, മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വെറുമൊരു സന്യാസമായിട്ട് ജീവിക്കുവാനും അദ്ദേഹം കൽപ്പിക്കുന്നില്ല. മറിച്ച് സന്യാസത്തിൻ്റെയും സുഖത്തിൻ്റെയും ഇടയിലുള്ള ഒരു മാർഗമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നത്. തിന്മയും സ്വാർത്ഥതയും കാപഢ്യവും വെടിയുവാൻ അദ്ദേഹം തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു. തിന്മ ഉണ്ടാകാൻ പാടില്ല, സ്വാർത്ഥത ഉണ്ടാകാൻ പാടില്ല, കാപഢ്യം ഉണ്ടാകുവാൻ പാടില്ല. ഇതൊന്നും ഉണ്ടാവരുതെന്ന് അദ്ദേഹം തൻ്റെ അനുയായികളോട് കൽപ്പിച്ചു. കാലക്രമത്തിൽ പിന്നീട് നാനാക്കിൻ്റെ ആശയങ്ങൾ പുതിയ ഒരു മതത്തിന് തുടക്കം കുറിച്ചു. ആ മതമായിരുന്നു സിഖ് മതം എന്ന് അറിയപ്പെട്ടത്. പിന്നെ അദ്ദേഹം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും രഞ്ജിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അതായത് മതത്തിലുപരി മനുഷ്യർ എന്നുള്ള രീതിയാണ് അദ്ദേഹം മതങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുക, ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് പലപ്പോഴും ഗുരു നാനാക്ക് നടത്തിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഗുരു നാനാക്കിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്.